ഓ ആ ടാലി എങ്ങനെ നമ്മൾ ഫൈനാൻസ് അസൈൻമെൻറ്റ് എങ്ങനെ ഉപയോഗിക്കാം എന്ന് പറയാനാണ് ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ടാലി സൊല്യൂഷൻസ് .com ആ ഒരു വെബ്സൈറ്റിൽ പോവുക, ഡൗൺലോഡ് വെക്കുക, ടാലി പ്രൈം റിയൽ 5.1 ആ ഡൗൺലോഡ് ബട്ടൺ ഞെക്കി സെറ്റപ്പ് കംപ്ലീറ്റ് ചെയ്താൽ മതി. അപ്പോഴത്തേക്കും ഇത് കിട്ടും. ഈ ടാലി പ്രൈമിലെ പ്രശ്നം വെച്ചാൽ നമ്മൾ എഡ്യൂക്കേഷൻ ലൈസൻസ് യൂസ് ചെയ്യുമ്പോൾ ഇതിലെ ഡേറ്റ് മാറ്റാൻ പറ്റത്തില്ല. ഒരു മാസത്തെ ആദ്യത്തെ ഡേറ്റ്, അവസാനത്തെ ഡേറ്റ്, പിന്നെ രണ്ടാമത്തെ ഡേറ്റ്, ഈ 3 ഡേറ്റിൽ എൻട്രി ചെയ്യാൻ പറ്റും. അപ്പോൾ ടാലി വെച്ച് ജേണൽ ഉണ്ടാക്കാൻ പറ്റത്തില്ല. ജേണൽ നമ്മൾ വേറൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കേണ്ടി വരും. സോഹോയിൽ ടൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ PDF ആക്കാം, അല്ലെങ്കിൽ എക്സലിൽ തന്നെ അങ്ങ് ടൈപ്പ് ചെയ്യാം. എന്തായാലും ടൈപ്പ് ചെയ്യാൻ, അപ്പോൾ എക്സലിൽ തന്നെ ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരുമ്പോൾ നെക്കി എഡ്യൂക്കേഷണൽ ലൈസൻസ് പോകും. അപ്പോൾ കാണുന്നത് വേറും ഇങ്ങനെ ആയിരിക്കും. അവിടെ ഈ ABC ട്രേഡേഴ്സ് എന്നുള്ളത് കാണത്തില്ല, ബാക്കിയെല്ലാം കാണുമായിരിക്കും. അപ്പോൾ ഈ ഒരു അക്കൗണ്ട് എല്ലാം എവിടെയാണ് സേവ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. യൂസേഴ്സ്, പബ്ലിക്, ടാലി പ്രിൻ്റ് /ഡേറ്റ. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് കുറേ ഫോൾഡേഴ്സ് കാണും ഈ ഡേറ്റയ്ക്കകത്ത്. അവിടെ ഈ ഒരു നമ്പറിലായിരിക്കും നമ്മളെ കമ്പനി സേവ് ചെയ്യുന്നത്. അപ്പോൾ നീ ഒരു പുതിയ കമ്പനി ഉണ്ടാക്കിയിട്ട് അതിന് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഫോൾഡറിൽ പോവാം, അവിടെ ഈ നമ്പർ നോക്കുക, ഈ നമ്പർ ഉള്ള ഫോൾഡർ എടുത്തിട്ട് ആ ഫോൾഡർ അങ്ങ് ഡിലീറ്റ് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം കമ്പനി ഉണ്ടാക്കണം. അപ്പോൾ ക്രിയേറ്റ് കമ്പനി എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. ഇവിടെ ക്രിയേറ്റ് കമ്പനി എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഇതിൻ്റെ ആവശ്യമുണ്ട്. ക്രിയേറ്റ് കമ്പനി എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്, അത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ എന്നാണ്ടേ ഇവിടെ അതാണ് ഫയൽ നെയിം കാണിക്കും, എന്നിട്ട് കമ്പനിയുടെ പേര് തോന്നും. ഈ അസൈൻമെൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ABC ട്രേഡേഴ്സ് ആയിരിക്കും. എനിക്കിവിടെ ഒരു ABC ട്രേഡേഴ്സ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ വേറൊരു പേര് കൊടുക്കുന്നു. എന്നിട്ട് മെയിലിംഗ് നെയിം അത് ആ സെയിം പേര് തന്നെ. അഡ്രസ്സ് വേണമെങ്കിൽ കൊടുക്കാം, വേണ്ടെങ്കിൽ വേണ്ട. അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുമ്പോൾ ഈ കമ്പനിയുടെ പേരിൻ്റെ താഴെ ആ ഒരു അഡ്രസ്സ് കാണിക്കുന്നത്. TKC എന്ന് കൊടുക്കാം, കെ കൂടി പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോരോ ലൈനിൽ ലെറ്റേഴ്സ് ആണ്, അപ്പോൾ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എൻ്റർ അടിച്ചങ്ങ് സ്കിപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. സ്റ്റേറ്റും സ്കിപ്പ് ചെയ്യാം. ഞാൻ പിന്നെ കേരളയിൽ നിന്ന് അടിക്കാം. ഇത് മസ്റ്റായിട്ട് ഇനി വേണ്ടുന്ന സാധനം അതുകൊണ്ട് ബേസ് കറൻസി സിമ്പിൾ എപ്പോഴും റുപ്പീസ് ആയിരിക്കണം. ഫോർമൽ നെയിം INR ആയിരിക്കണം. പിന്നെ ഫൈനാൻഷ്യൽ ഇയർ ബിഗിനിങ് ഫ്രം, അത് നമ്മളെ ജേർണലിൻ്റെ ഫസ്റ്റ് ഡേറ്റോ അതിന് മുമ്പോ ആയിരിക്കണം. ഞാൻ ഒരു ജേർണൽ ഇവിടെ നോട്ട് പാഡിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. തുടങ്ങുന്നത് April 1, 2024. അപ്പോൾ ഞാനതിന് മുമ്പ് അക്കൗണ്ട് ഉണ്ടാക്കിയോണ്ടായിരിക്കും ഇവിടെ 1 April 2024 എന്ന് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ ഡേറ്റ് എങ്ങാണ്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അത് ചേഞ്ച് ചെയ്യണം. മുകളിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് താഴത്തേയും ചേഞ്ച് ആവും. എന്തായാലും എഡിറ്റ് ചെയ്യാൻ വിടും. എന്നിട്ട് Ctrl+A ഞെക്കുമ്പോൾ അക്സെപ്റ്റ് ആവും. Ctrl+A അല്ലെങ്കിൽ ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അക്സെപ്റ്റും ഉണ്ട്, ക്വിറ്റും ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും കമ്പനി ജനറേറ്റ് ആയി. അപ്പോൾ ഇത് ഇത്രയും ഫീച്ചേഴ്സ് ആണ്. ഞാൻ ഇത് രണ്ടും ഓൺ ചെയ്ത് ഇട്ടിരുന്നു. അപ്പോഴത്തേക്ക് ഇത്ര സാധനങ്ങളെ കാണിക്കത്തുള്ളൂ മിക്കവാറും. ഇതിൻ്റെ അകത്ത് ചെയ്യാനുള്ളത് ഈ ഇൻറ്റഗ്രേറ്റ് അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻട്രി, ഈ ഒരു ഓപ്ഷൻ ഇല്ലേ, അത് നോ എന്ന് കൊടുക്കണം. അത് ഇവിടെ മൗസ് കൊണ്ടുവന്ന് ഒന്നും കൂടെ ക്ലിക്ക് എന്നൊന്ന് അടിച്ചിട്ട് എൻ്റർ ചെയ്ത് അടിച്ചാൽ ഇപ്പോൾ നോ ആവും. ആ ഒരു സാധനം നോ ആക്കുന്നത് നമ്മൾ ഈ ഉണ്ടാക്കുന്ന അക്കൗണ്ട് എല്ലാം ഇൻവെൻട്രി ആയിട്ട് ഓട്ടോമാറ്റിക് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ക്ലോസിങ് സ്റ്റോക്ക് ഓട്ടോമാറ്റിക് എഡിറ്റ് ചെയ്യാം. ഈ സോഹോയിലൊക്കെ ഒരു പ്രശ്നം, അവരെല്ലാവരും ഓട്ടോമാറ്റിക്കലി എഡിറ്റ് ചെയ്യും ഈ സാധനങ്ങളെല്ലാം. അപ്പോൾ നമുക്ക് ക്ലോസിങ് സ്റ്റോക്കും ഇതൊന്നും മാനുവലി എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ ക്ലോസിങ് സ്റ്റോക്ക് മാനുവലി എൻ്റർ ചെയ്യാനാണ് നമ്മൾ ഈ ഓപ്ഷൻ ഓഫ് ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും അക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഷോർട്ട് കട്ട്സ് ഒന്നും പറഞ്ഞില്ല. ഈ ചില സാധനത്തിൽ കണ്ടോ Kൻ്റെ താഴെ ഒരൊറ്റ വര കാണും. ഈ വരയുടെ അർത്ഥം എന്ന് വെച്ചാൽ ഓൾട്ട് എന്നാണ്. നമ്മളിപ്പോൾ ഓൾട്ട് ഞെക്കിയിട്ട് K ഞെക്കി ആ ഒരു സാധനം ക്ലിക്കാവും. പിന്നെ ഇവിടെ ഉള്ള ഓരോരോ സാധനം, മിക്ക സാധനത്തിൽ ഇതാ ഒരു ലെറ്റർ മാത്രം നീല കളർ, ക്യാപിറ്റലും നീല കളറും. അപ്പോൾ കീബോർഡിൽ ആ ഒരു ലെറ്റർ ഞെക്കിയാൽ ആ ഓപ്ഷൻ ഓപ്പൺ ആവും. ഇപ്പോൾ K എന്ന് മാത്രം അടിച്ചാൽ ഡേ ബുക്ക് ഓപ്പൺ ആവും. എന്നിട്ട് എസ്കേപ്പ് അടിച്ചാൽ തിരിച്ചു പോകും. പിന്നെ ചില സാധനത്തിൽ ഡേ ബുക്ക് ഇവിടെ താഴെയുള്ള സാധനത്തേക്ക് അതാ 2 വരയുണ്ട്. 2 വരയാകുമ്പോൾ കൺട്രോൾ ഞെക്കണമെന്ന്. അപ്പോൾ Ctrl+Q ഞെക്കുക, ബാക്കിലോട്ട് പോകും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഷോർട്ട് കട്ട്സ്. ഇനി നമ്മളിതിൽ ഉപയോഗിക്കാൻ പോകുന്ന ഇത് ക്രിയേറ്റ് ബട്ടൺ വെച്ചിട്ട് ക്രിയേറ്റിൻ്റെ അകത്ത് ലെഡ്ജർ ക്രിയേഷനുണ്ട്. ഇവിടെ നമുക്കുള്ള എല്ലാ അക്കൗണ്ട്സും ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ജേർണൽ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ക്രിയേറ്റ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇച്ചിരി കൂടെ എളുപ്പമായിരിക്കും. ജേർണൽ ലെഡ്ജർ ഒരുമിച്ച് ഉണ്ടാക്കാം. അപ്പോൾ Ctrl+Q ഞെക്കി ബാക്ക് പോവുക.
പിന്നെ ഓൾട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ ഏതെങ്കിലും അക്കൗണ്ട് ഇനി എഡിറ്റ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയുള്ള ഓപ്ഷനാണ്. ഓൾട്ടറിൻ്റെ അകത്ത് ഈ ക്രിയേറ്റിൻ്റെ അകത്തുള്ള സാധനങ്ങളൊക്കെ തന്നെ അവിടെ ഞെക്കി ഓരോന്ന് ഉള്ള അക്കൗണ്ട് ഇപ്പോൾ ക്യാഷും പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡീഫോൾട്ട് ഇട്ടുണ്ട്. അപ്പോൾ അത് ഞെക്കി അത് ഏതാണ് എഡിറ്റ് വരുത്തേണ്ടത് അത് മാറ്റാം. ഞാൻ ബാക്ക് അടിച്ച് വെച്ചു. പിന്നെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്, അത് നമ്മുടെ കയ്യിലുള്ള എല്ലാ അക്കൗണ്ട്സിൻ്റെയും ഡീറ്റെയിൽസ് കാണിക്കാൻ വേണ്ടിയാണ്. ഈ വൗച്ചേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ്റെ അകത്താണ് നമ്മൾ ജേണൽ എൻട്രി ചെയ്യുന്നത്. വൗച്ചേഴ്സ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ജേണൽ അല്ല, അതിൻ്റെ അകത്ത് ജേണൽ എൻട്രി ഉള്ള ഓപ്ഷൻ ഉണ്ട്. അതിനെപ്പറ്റി ഡീപ്പായിട്ടൊന്നും അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ, അതൊന്നും ഞാൻ പറയുന്നില്ല. ഡേ ബുക്കിൻ്റെ അകത്ത് നമ്മൾ എൻട്രി ചെയ്ത ജേണലെല്ലാം കാണാൻ പറ്റും. പിന്നെ ബാക്കി ബാങ്കിങ് നമുക്ക് ആവശ്യമില്ല. ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് എല്ലാം ഇവിടുന്ന് ജനറേറ്റ് ചെയ്യാം. ബാക്കിയുള്ള ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ആദ്യം ജേണൽ ക്രിയേറ്റ് ചെയ്യാം. വൗച്ചേഴ്സിൽ പോവുക. എന്നിട്ട് ഇതേ ഇവിടെ ഉണ്ടോ, ഇവിടെ ഒരു F7 ജേണൽ. അപ്പോൾ ഒന്നെങ്കിൽ F7 നിൽക്കുക, അല്ലെങ്കിൽ ഇവിടെ ജേണൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ഓപ്ഷൻ വരും. ഇന്ന് നമ്മുടെ ജേണൽ എൻട്രി തുടങ്ങും. അപ്പോൾ ആദ്യത്തെ ജേണൽ ഉണ്ട്, ക്യാഷ് അക്കൗണ്ടിൽ 8 ലക്ഷം. അപ്പോൾ നമ്മളവിടെ ക്യാഷ് എന്ന് ടൈപ്പ് ചെയ്യുക. ക്യാഷ് ഡീഫോൾട്ടായിട്ടുള്ളതുകൊണ്ട് ഇത് ഈ ഒരു സൈഡിൽ ക്യാഷ് എന്ന് എഴുതി കാണിക്കും. ഇപ്പോൾ ഡീഫോൾട്ടായിട്ടില്ല അത് പറയാം. ക്യാഷ് അപ്പോൾ എൻ്റർ അടിച്ചാൽ ക്യാഷ് അവിടെ വരും. ഡെബിറ്റിൻ്റെ കോളത്തിലോട്ട് ഈ കഴ്സർ പോകും. അപ്പോൾ 8 ലക്ഷം എന്നല്ല പറഞ്ഞു, 8 1 2 3 4 5 8 ലക്ഷം. വീണ്ടും എൻ്റർ അടിക്കാം. അപ്പോൾ 8 ലക്ഷം എൻ്ററായി. ഇനി അതാ ഇവിടെ ബൈ തന്നെയാണ് വീണ്ടും കിടക്കുന്നത്. നമുക്ക് ഈ ഒരു ജേണൽ എൻട്രിയിൽ 2 ഡെബിറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ബൈ തന്നെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ ഇത് ക്രെഡിറ്റ് ആക്കണമെങ്കിൽ 2 എന്നടിക്കാം. T അടിച്ചിട്ട് എൻ്റർ അടിച്ചാൽ മതി. ഇപ്പോൾ 2 ആവും. ഇപ്പോൾ ക്രെഡിറ്റ് ആയി. നമുക്ക് ബൈ തന്നെയാണ് വരുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് B അടിച്ചിട്ട് എൻ്റർ അടിച്ചാൽ ബൈ ആയി. ഇനി അടുത്ത അക്കൗണ്ട് എഴുതായിരുന്നു, ബാങ്ക് അക്കൗണ്ടിൽ 2 ലക്ഷം. അപ്പോൾ ഇവിടെ ബാങ്കിന് B അടിക്കുമ്പോഴത്തേക്കും കണ്ടോ സ്പെല്ലിങ് എറർന്ന് കാണിക്കും. സംഭവം അക്കൗണ്ട് ഇവിടെ ഇല്ല. അപ്പം നമ്മളിത് ഇവിടെ ഒരു ക്രിയേറ്റ് ബട്ടണുണ്ട്, അത് ഞെക്കുമ്പോൾ ഒന്നും കൂടെ ഞെക്കണം. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു തവണ ക്ലിക്ക് ചെയ്തിട്ട് വർക്ക് ചെയ്യില്ലെങ്കിൽ 2-3 തവണയൊക്കെ ഞെക്കാം, അന്നേരം വർക്ക് ചെയ്യും. അപ്പോൾ ഇത് നേരത്തെ കണ്ട ആ ക്രിയേറ്റ് എന്ന ഓപ്ഷനിൽ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഓപ്പൺ ആവും. ഇവിടെ നമ്മൾ ആ അക്കൗണ്ടിൻ്റെ പേരടിക്കും. ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൻ്റെ പേര് ബാങ്ക്. ഏലിയാസ്, ആ ഒരു അക്കൗണ്ടിന് വേറൊരു സെപ്പറേറ്റ് ഒരു നിക്ക് നെയിം പോലെ അടിക്കണമെങ്കിൽ അവിടെ അടിക്കാം, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട്, പക്ഷേ അത് അവിടെയാണ് നമ്മൾ അക്കൗണ്ട് ടൈപ്പ് കൊടുക്കുന്നത്. ഏതൊക്കെ അക്കൗണ്ട് ടൈപ്പാണെന്ന് കണ്ടുപിടിക്കുക, അതേ ഉള്ളു പാട്. ഈ ഒരു സോഫ്റ്റ്വെയറിൽ അത് ഇച്ചിരിയും കൂടെ എളുപ്പമാണ് ബാക്കിയുള്ള സോഫ്റ്റ്വെയറിനെ കമ്പയർ ചെയ്തിട്ട്, എൻ്റെ അഭിപ്രായം. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് എന്തായാലും ബാങ്ക് അക്കൗണ്ട് അണ്ടർ ആയിരിക്കും. അതിൻ്റെ ബാങ്ക് അക്കൗണ്ട് എന്നൊരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാം. പിന്നെ ഇവിടെ കുറേ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത് എല്ലാം വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഒന്നിൻ്റെ ആവശ്യം വരുന്നത് ആകെ ക്ലോസിങ് സ്റ്റോക്കിലുള്ള നമുക്ക് ഇവിടുത്തെ ഡീറ്റെയിൽസ് എൻട്രി ചേഞ്ച് ചെയ്യേണ്ടി വരണം. അത് ഞാൻ അവസാനം കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഒരു PDF ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഏതൊക്കെ അക്കൗണ്ടിന് ഏതൊക്കെ ടൈപ്പാണ് കൊടുത്തതെന്ന്, ടൈപ്പല്ല ഏതൊക്കെ ഗ്രൂപ്പാണ് കൊടുത്തതെന്ന് ഞാൻ ഇവിടെ അടിച്ചിട്ടുണ്ട്, അത് വേണമെങ്കിൽ ഞാൻ അയക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബാക്കിയുള്ള എല്ലാം നമ്മൾ അക്കൗണ്ട് ഏതിൻ്റെ അണ്ടറിലാണ്, ബാങ്ക് അക്കൗണ്ട് കറണ്ട് അസറ്റിൽ പോവും, അതിൻ്റെ പേരും അടിക്കുക, ബാക്കിയൊന്നും ആവശ്യമില്ല. അപ്പോൾ അക്സെപ്റ്റ് കൊടുക്കുക. അപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ആയി. പിന്നെ എത്ര രൂപ ഡെബിറ്റ് അതടിക്കുക, 2 ലക്ഷം. ഇങ്ങനെയൊക്കെ കുറേ ഇത് ബാങ്ക് അക്കൗണ്ട് ആയതുകൊണ്ട് ചെക്കിൽ കൊടുക്കണോ എന്തെന്നും ചോദിക്കും. നമ്മൾ മൈൻഡ് ആക്കണ്ട, Ctrl+ ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ അക്സെപ്റ്റ് ഞെക്കി സ്കിപ്പ് ആക്കുക. ഇടയ്ക്കിടയ്ക്ക് പർച്ചേസ് അക്കൗണ്ട് സെയിൽസ് അക്കൗണ്ട് യൂസ് ചെയ്യുമ്പോൾ ഇതേ കണക്കൊക്കെ തുറന്നു തരും. ഇങ്ങനെയൊക്കെ തുറന്നു വന്നാൽ നമ്മളങ്ങ് ഇതടിച്ചാൽ മതി, അക്സെപ്റ്റ് ഞെക്കുക. ഇനി അടുത്ത് കണ്ട ഓട്ടോമാറ്റിക്കലി 2 ആയി. ഇനി അഥവാ ഓട്ടോമാറ്റിക്കലി ആയില്ലെങ്കിൽ T അടിച്ച് 2 ആക്കുക. എന്നിട്ട് എൻ്റർ കൊടുത്താൽ നമുക്കിനി ക്രെഡിറ്റിൽ ഏത് അക്കൗണ്ടാണ് പോകണ്ടേ, ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് ഇതില്ല, നമ്മൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ C എന്ന് അടിക്കുമ്പോൾ ക്യാപിറ്റൽ എന്നില്ല, സ്പെല്ലിങ്. അപ്പോഴത്തേക്ക് നമ്മൾ ക്രിയേറ്റീവ് പോവുക, എന്നിട്ട് ക്യാപിറ്റൽ എന്ന് അടിക്കുക. അത് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ അണ്ടർ വരുന്നു. Ctrl+A സേവ് ചെയ്യും. അപ്പോഴത്തേക്കും ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി ഇവിടെ ക്രെഡിറ്റ് എൻ്റർ. ഇനിയുള്ളത് നരേഷനാണ്. നമ്മളെ കമൻറ്റ് എഴുതത്തില്ലേ ഒരു ജേണൽ എൻട്രിയുടെ താഴെ, അതാണ് ഇവിടെ അടിക്കേണ്ടത്.
അത് അത് മസ്റ്റല്ല, പക്ഷെ അടിക്കുന്നതാണ് നല്ലത് ഇനി ഫ്യൂച്ചർ റെഫറൻസിന് നോക്കാൻ വേണ്ടി. അത് നമ്മൾ സ്റ്റാർട്ടർ ബിസിനസ് വിത്ത് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് അങ്ങനെ എൻ്റർ ആയി. അപ്പോൾ അത് എൻ്റർ ആയി. പിന്നെ ഒന്നും കൂടെ എൻ്റർ അടിച്ചാൽ അക്സെപ്റ്റ് യെസ് ഓർ നോ എന്ന് ചോദിക്കും. വൈ എൻ്റർ ചെയ്യുക. അപ്പോൾ അത് സേവ് ആയി. അപ്പോഴത്തേക്ക് ഇവിടെ ജേർണൽ നമ്പർ 2 ആവും. ഇനി ഇത് ഡേറ്റ് മാറ്റണമെങ്കിൽ ഇത് ഇവിടെ ഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ F2 ഞെക്കുക, ഡേറ്റ് മാറ്റാൻ ഓപ്ഷൻ വരും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ഡേറ്റ് മാറ്റാൻ പറ്റില്ല. ഇവിടെ 1-ാം തീയതി 2-ാം തീയതിയും പിന്നെ ഏപ്രിലിൻ്റെ അവസാനത്തെ ദിവസം 30, 31 ഏതാണെങ്കിലും അതും മാത്രമേ എൻ്റർ ചെയ്യാൻ പറ്റൂ. അപ്പം ഞാൻ 3-4-2024 അടിച്ചാൽ ഒരുമാതിരി ഒരു സൗണ്ട് കേൾക്കുന്നില്ല. ഇതാണ് എറർ സൗണ്ട് ടാലിയിൽ. അപ്പോൾ ഇങ്ങനെ എറർ സൗണ്ട് അടിക്കും. ഇപ്പോൾ Ctrl Q അടിച്ചത് ബാക്ക് അടിക്കാം. ഇനി ഇതേപോലെ ബാക്കിയെല്ലാം ഇതേപോലെ എൻ്റർ ചെയ്താൽ മതി. ഇനി അടുത്തത് പർച്ചേസസ് അക്കൗണ്ടിൽ 3,50,000 പോകുന്നു. പർച്ചേസസ് അക്കൗണ്ട് ഇതില്ല. ഇപ്പോൾ ക്രിയേറ്റ് കൊടുക്കുക. പർച്ചേസ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ അസറ്റിൻ്റെ അവിടെ വരുമ്പോൾ ക്യാഷ് ഡയറക്റ്റ് എക്സ്പെൻസസ് ടൈപ്പ് ഓഫ് ലെഡ്ജർ നോട്ട് ആപ്ലിക്കബിൾ. ബാക്കിയുള്ളത് അറിയാത്ത എന്ത് ഓപ്ഷൻ ഉണ്ടെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ. നമുക്ക് ആകെ വരുന്ന ഈ അണ്ടർ പർച്ചേസുകൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന അക്കൗണ്ട് വെച്ച് ബാക്കി എല്ലാത്തിലും. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ GST ഇത് ഓഫ് ചെയ്തിടാം. ഇത് ഓഫ് ചെയ്തിട്ടാൽ GSTയുടെ ഒരു സെക്ഷനിലോട്ട് ഈ അക്കൗണ്ട് പോകത്തില്ലെന്നേ ഉള്ളൂ. അത് നമ്മുടെ റെക്കോർഡിനെ ഒന്നും ബാധിക്കത്തില്ല. ആണെങ്കിൽ ഓഫ് ചെയ്യണം. അപ്പോൾ കൺട്രോൾ ചെയ്യാനൊക്കെ അത് എക്സെപ്റ്റ് കൊടുക്കുക. പർച്ചേസ് വന്നു 3,50,000 അതായി. പിന്നെ 2 സൺട്രൈ ലിമിറ്റഡ്, സൺട്രൈ ക്രെഡിറ്റേഴ്സിൻ്റെ അക്കൗണ്ട്. സൺട്രൈ ക്രെഡിറ്റേഴ്സ് ഇല്ല. അപ്പോൾ ക്രിയേറ്റ് 3 എനിക്ക് കേൾക്കേണ്ടിയിരിക്കുന്നത്. സൺട്രൈ LTD ഡയറക്റ്റ് എക്സ്പെൻസസ് ചെയ്യുന്നു. അത് സൺട്രൈ ഡെപ്റ്റേഴ്സിന് എങ്ങാണ്ടാണ് ക്രെഡിറ്റേഴ്സ്. സൺട്രൈ ക്രെഡിറ്റേഴ്സ് ആണ് ഒരു അക്കൗണ്ട്. ഇപ്പോൾ സൺട്രൈ ക്രെഡിറ്റേഴ്സ് ആണ്. ബാക്കിയുള്ളതൊന്നും മൈൻഡ് ചെയ്യണം. കൺട്രോൾ ഓട്ടോമാറ്റിക്കലി ക്രെഡിറ്റ് വരും. നരേഷൻ്റെ അവിടെ ഇത് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് കൺട്രോൾ ചെയ്ത് കൊടുത്താൽ അത് സേവ്. അപ്പോഴത്തേക്ക് ഓരോ തവണ സേവ് ആകുമ്പോഴും ഇവിടെ ജേർണൽ എൻട്രിയുടെ നമ്പർ കാണും. ഇനിയിപ്പോൾ ഒരെണ്ണം അടിച്ചത് തെറ്റിപ്പോയി, എനിക്ക് എഡിറ്റ് ചെയ്യണം. അപ്പോഴത്തേക്കും ബാക്ക് പോവുക. ഇവിടെ ഡേ ബുക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നിൽക്കുക, ഡേ ബുക്ക് ഓപ്ഷൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് ഇതുവരെ അടിച്ചതെല്ലാം കാണിക്കും. വേണ്ടി ക്യാഷ് ഇവിടെ ഒന്നെങ്കിൽ ലെഫ്റ്റ് ക്ലിക്ക് അല്ലെങ്കിൽ Shift+ എൻ്റർ നിൽക്കുക. ഇത് എക്സ്പാൻഡ് ചെയ്ത് കാണിക്കും. ഇവിടെ തന്നെ സാധാരണ ക്ലിക്ക് ചെയ്താൽ അറിയത്തില്ലേ, എൻ്റർ അടിച്ച് നോക്കിയാൽ എൻ്റർ അടിക്കുമ്പോൾ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇവിടെ ഡേറ്റ് എഡിറ്റ് ചെയ്യാൻ വർക്ക് ചെയ്യത്തില്ല. പിന്നെ ഇവിടെ എമൗണ്ട് എഡിറ്റ് ചെയ്യാം. ഇപ്പോൾ എഡിറ്റ് ചെയ്യാതെ എടുത്താൽ Ctrl Q ഞെക്കിയാൽ ക്യാൻസൽ. ഇപ്പം ഞാൻ കൺട്രോൾ വെച്ച് പറയുന്ന എല്ലാ സാധനം ഇവിടെ താഴെ കാണും. ഓൾട്ട് വെച്ച് ഇവിടെ ഒറ്റ വരെയല്ല, ഓൾട്ട് 2 വരെയുള്ള കൺട്രോൾ എല്ലാ ഷോർട്ട് കട്ട് ഇവിടെ താഴെ എഴുതി കാണിക്കും. താഴെയോ സൈഡിലോ മണ്ടയിലോ എല്ലാം കാണിക്കും. ഇപ്പോൾ പർച്ചേസിന് അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് കാണിക്കും. Shift+ എൻ്റർ എക്സ്പാൻഡ്, Shift+ എൻ്ററും റൈറ്റ് ക്ലിക്കും എക്സ്പാൻഡ്. എൻ്റർ മാത്രം മറ്റേ ഓൾട്ടർ എന്ന് എഴുതിയിട്ടുണ്ട്, ചേഞ്ച് ചെയ്യാം. ഇനി ഇത് ഇപ്പോൾ ജേർണൽ ഉണ്ടാക്കുന്നതെല്ലാം ഏകദേശം മനസ്സിലായി. ഇനി മറ്റേ ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് അത് അവസാനം ജേർണലിലൊന്നും ടൈപ്പ് ചെയ്യണ്ട. ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് എന്നും പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ടാക്കിയാൽ മതി. നമ്മൾ ക്രിയേറ്റീവ് പോകണം. അപ്പോൾ ഇവിടെ ലെഡ്ജർ എടുക്കണം, എന്നിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് അടിക്കുക. ഏലിയാസ് വേണ്ട. എന്നിട്ട് ഈ ഒരു അക്കൗണ്ട് ടൈപ്പിൽ സ്റ്റോക്ക് ഇൻ ഹാൻഡ് അത് ചൂസ് ചെയ്യാം. അപ്പോൾ എന്നിട്ട് അക്സെപ്റ്റ്, കൺട്രോൾ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഇപ്പോൾ അവിടെ ഓൾട്ടർ ആണെന്നുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന്, അതുകൊണ്ട് Ctrl Q കൊടുത്ത് ക്വിറ്റ് ചെയ്യുക. എന്നിട്ട് ഇനി ഓൾട്ടറിൽ പോവാം.
ലെഡ്ജർ എടുക്കുക, ക്ലോസിംഗ് സ്റ്റോക്ക് എടുക്കുക. അപ്പോൾ ഇവിടെ കണ്ടോ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ അതിൻ്റെ അക്കൗണ്ട് ടൈപ്പ് മാറ്റാം. ഇവിടെ ക്രിയേറ്റിനൊക്കെ അങ്ങോട്ട് മാറ്റാം. അല്ല, മാറ്റാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നു നമുക്ക് ആവശ്യമുള്ളത് ഈ ക്ലോസിംഗ് ബാലൻസ് ആണ്. ക്ലോസിംഗ് ബാലൻസ് നമുക്ക് എൻട്രി ചെയ്യണം. അത് സോഹോയിലൊക്കെ ചെയ്തവർ മിക്കവാറും അവസാനം ഒരു ജേണൽ എൻട്രി എങ്ങോട്ട് അടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് അങ്ങനെ അടിക്കേണ്ട, അത് ഇങ്ങനെ ഒരു ജേണൽ എൻട്രി ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് ടു പർച്ചേസ്. ഇതിൻ്റെ ആവശ്യമില്ല യഥാർത്ഥത്തിൽ. ഇതിൻ്റെ അകത്ത് നമുക്ക് അല്ലാതെ ടൈപ്പ് ചെയ്യാം. ഇവിടെ തന്നെ ആദ്യത്തെ കോളത്തിൽ ഡേറ്റ് ആണ്. അപ്പോൾ ഡേറ്റ് എപ്പോഴും ഈ 1 ഏപ്രിൽ 2024 അത് കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് ആയിരിക്കും കൊടുക്കേണ്ട. അത് ഇഷ്ടമുള്ള ഡേറ്റ് കൊടുക്കാം. ഇവിടെ ഡേറ്റിൻ്റെ പ്രശ്നമില്ല. അപ്പോൾ ഇങ്ങനെ 2 ഏപ്രിൽ 2024 എന്ന് കൊടുക്കുന്നു. ഇനി ഈ ഒരു സെക്ഷനിൽ എമൗണ്ട് ആണ്. അപ്പോൾ എമൗണ്ട് 2,50,000. ആ എമൗണ്ട് അവിടെ അടിക്കാം 250,000. എന്നിട്ട് DR എന്ന് അടിക്കുക. അത് DR തന്നെ അതങ്ങനെ കൊടുക്കുക. അപ്പോൾ ക്ലോസിംഗ് ബാലൻസിൻ്റെ പണി അവിടെ കൺട്രോൾ ഞെക്കുക. ക്ലോസിംഗ് ബാലൻസ് സേവ് ആയി. അപ്പോഴത്തേക്കും നമ്മുടെ ബാലൻസ് ഷീറ്റോ ഇതുവല്ലോ എടുക്കുമ്പോഴത്തേക്കും അവിടെ ക്ലോസിംഗ് ബാലൻസ് കാണിക്കും. ഇവിടെ കാണിക്കുന്നില്ല, കാരണം നമ്മൾ ഡേറ്റ് ഉണ്ട് 1 ഏപ്രിൽ 2024. അത് ഈ പീരിയഡ് ഞെക്കിയിട്ട് നമ്മൾ ഇവിടെ 2ൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഏത് ഡേറ്റിലാണോ കൊടുത്തത് ആ ഡേറ്റും കൂടെ എൻട്രി ചെയ്യണം. 2/4/2024 ഞാൻ കൊടുത്തത് ആ ഡേറ്റ് എൻട്രി ചെയ്യണം. ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ എൻട്രി ചെയ്യണം. അപ്പോൾ ഇതിപ്പോൾ എല്ലാ എൻട്രി അടിച്ചതെങ്കിൽ ഇത് കറക്റ്റ് ഡേറ്റ് കിട്ടും. ഞാൻ ഇപ്പോൾ ആകെ 2 ജേണൽ എൻട്രി അടിച്ചോളൂ. അപ്പോൾ ബാലൻസ് ഷീറ്റ് എടുക്കാൻ ഈ ഒരു സാധനം എടുത്താൽ മതി. ഇനി റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ബാലൻസ് ഷീറ്റ് കിട്ടിയില്ല, ആദ്യമേ ഈ ഒരു സ്ക്രീനിൽ നമുക്ക് എങ്ങനെയാണോ ഡൗൺലോഡ് ആയി കിട്ടേണ്ടത് ആ ഒരു രീതിയിലാക്കണം. അപ്പോൾ നീ XK പഠിച്ചിട്ട് ബാലൻസ് ഷീറ്റ് വീണ്ടും എടുത്താൽ അത് കണ്ട കുറേ സാധനങ്ങളൊക്കെ ഹൈഡ് ആയിരിക്കും. ഇപ്പോൾ ഈ പ്രിൻ്റ് ഓപ്ഷൻ ഉപയോഗിച്ചാണ് നമ്മൾ പ്രിൻ്റ് ഈ കറണ്ട് അത് എടുക്കുക. എന്നിട്ട് പ്രിവ്യൂവിനൊക്കെ കാണാം, അതെല്ലാം ഹൈഡായിട്ട് തന്നെ ഇപ്പോഴും ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ എങ്ങനെ കാണുന്നു ആ ഒരു രീതിയിൽ പ്രിൻ്റ് എടുക്കുക. അപ്പോൾ ഇതെല്ലാം റൈറ്റ് ക്ലിക്ക് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യണം. ഈ പൈസ ഉള്ള എല്ലാ സാധനത്തിലും റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ എക്സ്പാൻഡ് ആവും. പീരീഡും മാറ്റണം. അപ്പോൾ ഓരോ തവണ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ സാധനം മാറ്റണം. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് വന്നു. ഇനി കൺട്രോൾ പി വെക്കുക. കറണ്ട് കൺട്രോൾ പി ഞെക്കിയാലും മതി. പ്രിൻ്റ് ആക്കിയിട്ട് കറണ്ട് വെക്കുക. എന്നിട്ട് പ്രിവ്യൂ ഞെക്കുമ്പോഴത്തേക്കും എല്ലാ സാധനവും വരും. പിന്നെ വേണമെങ്കിൽ ഈ കൺഫിഗർ ഞെക്കിയിട്ട് ഇവിടെ വേണമെങ്കിൽ ഉള്ള ഓപ്ഷനിൽ വരാം. ഈ ഇനേബിൾ സ്ട്രൈപ്പ് വ്യൂ ഇട്ടാൽ ഇച്ചിരി, എന്നിട്ട് കൺട്രോൾ ഞെക്കുക, ഇച്ചിരി ലുക്കൊക്കെ വരും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പ്രിൻ്റ് വെക്കുക, ഒരു പേരടിക്കുക, സേവ് ചെയ്യുക. ഇവിടെ അപ്പോൾ ഇങ്ങനെ ഒരു സെക്ഷൻ വരും. ഇനി അതേപോലെ ഇതിൻ്റെ താഴെ തന്നെ പ്രൊഫഷണൽ ലോസ് അക്കൗണ്ട് ഉണ്ട്. വീണ്ടും എഗെയിൻ പീരിയഡ് മാറ്റണം 2/4/2024. അപ്പോൾ ഇതിന് ക്ലോസിംഗ് സ്റ്റോക്ക് എൻ്റർ ആവും. അവിടെ എല്ലാത്തിലും പറ്റുന്നതെല്ലാം എക്സ്പാൻഡ് ചെയ്യുക. എന്നിട്ട് കൺട്രോൾ പി അടിച്ച് സേവ് ചെയ്യുക. പിന്നെ അതേപോലെ ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ് പോയാൽ ട്രയൽ ബാലൻസ് കിട്ടും. ഈ ഡേ ബുക്ക് എന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ ജേർണൽ. അത് നേരത്തെ കണ്ട ഡേ ബുക്കും ഈ ഡേ ബുക്കും എല്ലാം സെയിം ആണ്. ഇതെല്ലാം ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് കൺട്രോൾ പി യൂസ് ചെയ്ത് ജേർണലാക്കാം. പ്രശ്നം ഈ ഡേറ്റ് മാത്രമല്ല, പക്ഷെ നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയർ വെച്ച് ചെയ്യുന്ന കാണിക്കാൻ വേണ്ടി വേണമെങ്കിൽ എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ക്യാഷ് ഫ്ലോ, ഫണ്ട് ഫ്ലോ അങ്ങനെയൊക്കെ സാധനങ്ങളുണ്ട്. പിന്നെ അക്കൗണ്ട്സ് ബുക്ക് ഈ ഒരു സെക്ഷനിൽ പോയാൽ ലെഡ്ജർ എന്നൊരു സെക്ഷൻ കാണും. അവിടെ നമ്മൾ നമ്മൾ ഉണ്ടാക്കിയ എല്ലാ അക്കൗണ്ടിൻ്റെയും ലിസ്റ്റ് അവിടെ കാണും. ഒരെണ്ണം ഓപ്പൺ ചെയ്താൽ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാണിക്കുക. എക്സ്പാൻഡ് ചെയ്യാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യാൻ, ഇവിടെ എക്സ്പാൻഡ് ആയി കിടക്കുക ഒരെണ്ണം മാത്രമേ ഉള്ളൂ നമ്മൾ. എന്നിട്ട് ഓരോ അക്കൗണ്ടും ഓരോ PDF ആക്കണം. ഈ ഒരു ടാലി സോഫ്റ്റ്വെയറിൽ അങ്ങനെ പറ്റത്തുള്ളൂ. അപ്പോൾ ഓരോന്ന് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തിട്ട് കൺട്രോൾ പ്രിൻ്റ് ആക്കിയിട്ട് PDF ആക്കണം. ഇനി അങ്ങനെ അല്ലാതെ പറ്റുമോയെന്ന് അറിയാം, ഞാൻ തപ്പിയിട്ട് കിട്ടിയില്ല. ഒന്നെങ്കിൽ എന്നോട് പറയുക. പിന്നെ ഇപ്പോൾ ആവശ്യമുള്ള എല്ലാ റിപ്പോർട്ടും നമുക്ക് കിട്ടി. പിന്നെ ഇച്ചിരി ഉപയോഗമുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഈ റേഷ്യോ അനാലിസിസ്. ഇതെടുക്കുക, എഗെയിൻ
പീരീഡ് മാറ്റുക 2/4/2024. അപ്പോഴത്തേക്ക് ഇവിടെ കണ്ടു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ നെഗറ്റീവാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ റിപ്പോർട്ട് എത്ര അയ്യോ എൻ്റെ കമ്പനി ഇങ്ങനെ ഇട്ടാണ്ട് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് 50.2%. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് അവസാനത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഏകദേശം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ അതിന് എത്ര റിട്ടേൺ കിട്ടുമെന്നല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 50% റിട്ടേൺസ് കിട്ടുമെന്ന് പറഞ്ഞാൽ നല്ല പ്രോഫിറ്റ് ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഇവിടെ കറണ്ട് റേഷ്യോ, കറണ്ട് അസറ്റ്സ് കറണ്ട് ലയബിലിറ്റി ഇത് തമ്മിലുള്ള ഒരു റേഷ്യോ 11.5. അപ്പോൾ ഈ റിപ്പോർട്ട് വെച്ച് ഏകദേശം നമുക്ക് അവസാനത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നു.